വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്ററിൽ അസൈൻമെന്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഓൾറെഡി ഞാൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അതിന് റൂൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനുശേഷം ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ MCOM, BCOM, BBA ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അതിൻ്റെ അസൈൻമെൻറ്റ് സപ്പോർട്ട്സും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഈ 3 കോഴ്സിൻ്റെയും അസൈൻമെൻറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ദെൻ ഇപ്പോൾ ഓരോ പാർട്ടിലും നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് എഴുതാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, അത് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അനലറ്റിക്കൽ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, ദെൻ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ ഇങ്ങനൊരു ഗൈഡ് ലൈൻ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സീരീസ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM, BCOM, BBA ഞാൻ നേരത്തെ പറഞ്ഞു 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല എല്ലാ പേപ്പേഴ്സിൻ്റെയും അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ MCOMന് നമുക്ക് 5 സബ്ജക്ട്സ് ആണ് വരുന്നത്. സോ ഈ 5 പേപ്പറിൽ ഒരൊറ്റ പ്രോബ്ലം പേപ്പറും ബാക്കിയൊക്കെ വരുന്നത് തിയറി സബ്ജക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം പേപ്പറിൻ്റെ അസൈൻമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ വീഡിയോയിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളതിൻ്റെ റൂൾസിൻ്റെ ഡീറ്റെയിൽസ് ഒരു വീഡിയോയിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണാം. ദെൻ അതിൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, റൂൾസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ്, ഫുഡ് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ആ റൂൾസിൽ കണ്ടോ, ലാസ്റ്റ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് 2 മാർക്ക് റെഫറൻസിനാണ്. അപ്പോൾ ഫുഡ് നോട്ട് വെക്കണോ എന്നുള്ളൊരു ചോദ്യം ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ഇപ്പം തന്നെ നൽകുകയാണ്. ഓരോ കോഴ്സ് അനുസരിച്ചിട്ട് ഈ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ അസൈൻമെൻറ്റിനും ഈ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലാവുണ്ടോ? കാരണം ഇപ്പോൾ കൊമേഴ്സുകാർക്ക് റെഫറൻസാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് വയ്ക്കുക. ഈ പറയുന്ന ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികൾ, MA ഇംഗ്ലീഷ് ആവട്ടെ, MA മലയാളം ആവട്ടെ, അവർക്കൊക്കെ ചിലപ്പോൾ ഓരോ പേജിലും ഫുഡ് നോട്ട് വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. ലിറ്ററേച്ചറാണ്, അതുകൊണ്ട് തന്നെ. ബട്ട് നമ്മുടെ കേസിലോട്ട് പോണ സമയത്ത് നമുക്ക് റെഫറൻസ് ആണ് മെയിനായിട്ട് വെക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ പറയുന്ന മാർക്ക് അലോക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഓരോ അസൈൻമെൻറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ, ബോഡി, അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ ആ ഒരു ഘടന, ഇതൊക്കെ കാണാൻ പറ്റും. കൺക്ലൂഷൻ, റെഫറൻസ്. നേരെ മറിച്ച് നമുക്ക് ഈ പറയുന്ന അനലറ്റിക്കൽ, ഇതിപ്പോൾ അനലറ്റിക്കലിൻ്റെയാണ്, രണ്ടിൻ്റെയും സംഭവങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. അനലറ്റിക്കലിലോട്ട് വരുന്ന സമയത്ത് എല്ലാത്തിലും ഇതുപോലെ ആവണമെന്നില്ല. ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ടാക്സേഷനിൽ നമുക്ക് പ്രോബ്ലംസ് ആണ് അനലറ്റിക്കൽ ഏരിയയിൽ തന്നിട്ടുള്ളത്. ആ പ്രോബ്ലത്തിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ കോഴ്സ് അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്പർ 1. നമ്പർ 2, ഓരോ കോഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് അനുസരിച്ചിട്ടും കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ കോമൺ സെൻസ് ആണ്, മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് പാർട്ട് A സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് ആണ്, പിന്നെ സെറ്റ് 2 അനലറ്റിക്കലാണ്. നമുക്ക് സെറ്റ് 1 പ്രാക്ടിക്കൽ ടാക്സേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, A4 സൈസ് പേപ്പറിൽ നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ എഴുതണം. 5 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഒരു 7 മുതൽ 10 പേജ് വരെയാണ് വേണ്ടത്. മാക്സിമം മാർക്ക് നിങ്ങൾക്ക് 15 മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ പറയുന്ന പ്രാക്ടിക്കൽ ടാക്സേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ്
മൊഡ്യൂളിൽ കാണുന്ന ബേസിക് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ചോദ്യം. ടാക്സബിൾ ഇവൻ്റ് എന്താണ്, സപ്ലൈ എന്താണ് അണ്ടർ GST ലോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇതിനൊക്കെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 5 ചോദ്യത്തിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അത്യാവശ്യം പാരഗ്രാഫൊക്കെ തിരിച്ച് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ചോദ്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ്. 5 എണ്ണത്തിൽ ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എന്താണ് പറയുക, ഫസ്റ്റ് ചോദ്യം തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. കാരണം ഇത് സിമ്പിളാണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ മൊഡ്യൂൾ എന്നുള്ള ചോദ്യമാണ്, അത്യാവശ്യം നമുക്ക് എഴുതാനും ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ഈ ഒരു ചോദ്യം തന്നെ എന്താണ് സെലക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് മാർക്ക് കിട്ടുമ്പോൾ ഇൻട്രൊഡക്ഷൻ, ബോഡി അല്ലേ, അതിൻ്റെ വ്യക്തത, പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതിയിട്ടുണ്ടോ, കൺക്ലൂഷൻ, റെഫറൻസ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ ഈ ഒരു ടോപ്പിക്കിന് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാനുള്ള സ്കോപ്പ്, കാരണം GST ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ടാക്സിബിൾ ഇവൻ്റ് എന്താണ്, GST ലോ ഇല്ലേ, സപ്ലൈ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഈ പറയുന്ന അസൈൻമെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രോ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പാരഗ്രാഫ് വരിച്ച് നമുക്ക് അല്ലേ, പാരഗ്രാഫ് വൈസ് കൊടുക്കാനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു അസൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പിന്നെ അത് മാത്രമല്ല, നമുക്ക് 2-3 ഓപ്ഷൻസ് ചോദ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാരഗ്രാഫൊക്കെ നല്ല രീതിയിൽ മാറ്റി ഒരു എന്താണ് 10 പേജിൻ്റെ അടുത്തൊക്കെ എഴുതാനുള്ള സ്കോപ്പുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അത്യാവശ്യമുണ്ട്. കൺക്ലൂഡ് ചെയ്ത് റെഫറൻസ് കൊടുക്കാനും സാധിക്കും. റെഫറൻസ് ഒരു 8 എണ്ണമെങ്കിലും എല്ലാവരും റെഫർ ചെയ്തിട്ട് വേണം എഴുതാൻ, അതനുസരിച്ചിട്ട് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നൽകാനുള്ളൊരു സജഷൻ. ഇപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും കുട്ടികൾക്കൊരു സജഷൻ കൊടുത്തിട്ടുള്ളത്, നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സ്പ്ലെയിൻ ഓൺലൈൻ ഫയലിംഗ് ഓഫ് GST റിട്ടേൺ. എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇത് ഫയൽ ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സും പ്രൊസീജിയേഴ്സാണ്. ഇത് കുറച്ചുകൂടി സിമ്പിൾ എന്ന ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ കുറച്ചധികം ഒരു 10 പേജിൻ്റെ അടുത്തേക്കൊക്കെ വേണമല്ലോ. 7 മുതൽ 10 പേജാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ എഴുതിയെത്താനുള്ളൊരു നമ്പർ ഓഫ് പേജസ് ചിലപ്പോൾ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കാൻ ചിലപ്പോൾ ചിലതിലൊക്കെ നമ്മൾ റെഫർ ചെയ്യണ സമയത്ത് ഇത് വെറുതെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കി എഴുതേണ്ട പരിപാടിയില്ലല്ലോ, റെഫർ ചെയ്ത് എഴുതണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ടൻസ് കുറയാനുള്ള സാധ്യത കുറവാണ്, അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് എഴുതാൻ കുറച്ചും കൂടി എളുപ്പമുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. ബട്ട് കണ്ടൻസ് ഈ പറഞ്ഞ പോലെ എന്താണ് എല്ലാത്തിലും ഏകദേശം ഒരേപോലെയാണ്, നമുക്ക് കാര്യമായിട്ട് റെഫർ ചെയ്യാനുള്ളൊരു സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കൂടുതൽ നൽകാൻ കാരണം. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഓക്കെ, ആദ്യത്തെ രണ്ടും. ഇനി നമ്പർ 3 എന്ന് പറയുന്നത് പ്രൊവൈഡ് ആൻ ഇൻഡെപ്ത് ഓവർവ്യൂ ഡീറ്റെയിലിംഗ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ദാറ്റ് ബിസിനസ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അണ്ടർ GST സിസ്റ്റം. ഏതൊക്കെയാണ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ ഡിറക്റ്റായിട്ട് ഫോർമലായിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ്. ഏതൊക്കെയാണ് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ടൻസ് അങ്ങോട്ട് എഴുതി വയ്ക്കില്ല. അത് ഇപ്പോൾ മിക്ക ബുക്കുകളിലോട്ട് നോക്കിയാലും ഏകദേശം സെയിം കണ്ടൻസ് ആണല്ലോ കിട്ടുക, GST ലോ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിനും ഈ പറഞ്ഞൊരു ഫ്രെയിം വർക്ക് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് ആണ് ഞാൻ അതുകൊണ്ട് തന്നെ സജസ്റ്റ് ചെയ്യുക ഒരു ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് എ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻകം ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ 24-25 ഇൻ കേസ് ഓഫ് ഇൻകം ടാക്സ് റേറ്റ്. ഈ എന്താണ് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ, AOPയുടെ കേസിൽ, HUF, ആർട്ടിഫിഷ്യൽ ജുഡിഷ്യൽ പേഴ്സൺ, പാർട്ണർഷിപ്പ്, ലോക്കൽ അതോറിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി, എങ്ങനെയാണ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ കമ്പനി. ശരിക്കും പറഞ്ഞാൽ 7 മുതൽ 10 പേജ് വരെയുള്ള ഒരു അസൈൻമെൻറ്റിലേക്ക് പറ്റിയൊരു ടോപ്പിക്കിൻ്റെ ഒരു സജഷൻ പറ്റിയൊരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% പറയാൻ പറ്റില്ല. കാരണം അപ്പുറത്ത് അതിനെക്കാട്ടും എളുപ്പമുള്ളതുണ്ട്. വീണ്ടും ഞാൻ പറയണു, ആദ്യത്തെ ഇതൊക്കെ എന്താ പറയുക സിമ്പിളാണ്. ബട്ട് ഈ പറഞ്ഞ
എന്താണ് കണ്ടൻസ് എഴുതി വരാനുണ്ട്. ബട്ട് മറ്റേതെന്ന് പറയുമ്പോൾ കറക്റ്റ് പാരാഗ്രാഫൊക്കെ വരച്ച് തിരിച്ച് നമുക്കൊരു എസ് എഴുതുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യത്തെ. അതേപോലത്തെ ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ഓക്കെ, ലാസ്റ്റ് ഡിസ്ക്രൈബ് ദി ചലഞ്ചസ് ആൻഡ് കൺസിഡറേഷൻസ് വൈൽ ഫയലിംഗ് ITR ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻകം ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് സച്ച് ആസ് സാലറി, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രോപ്പർട്ടി. ഇതാണ് മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ വീണ്ടും പറയണു, ഈ 5 ടോപ്പിക്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ആദ്യത്തെ ഈ ഒരു ടോപ്പിക്കാണ്. കാരണം ഇത് കുറച്ചും കൂടിയും സിമ്പിളാണ്, കൂടുതൽ റെഫർ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. പാരാഗ്രാഫൊക്കെ തിരിച്ച് നമുക്കൊരു 7 മുതൽ 10 വരെ പേജ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇതിലെടുക്കാം. ബട്ട് എന്താണ്, നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതിലേറ്റവും സിംപ്ലസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ 2 ടോപ്പിക്, രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്. ഡിറക്റ്റായിട്ട് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിൽ സെക്കൻഡ് വൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സജഷൻ തരാനുള്ളത്. ഇന്നത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് വേണമെങ്കിൽ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. നമ്മളിങ്ങനെ സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് വേറെ ആണെങ്കിൽ അത് എടുക്കണോണ്ട് നോ പ്രോബ്ലം, ഏത് വേണമെങ്കിൽ എടുക്കാമല്ലോ. ഇനി അനലറ്റിക്കൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങോട്ട് ചെയ്യല. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ഓഫ് പേജസ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇൻട്രൊഡക്ഷൻ്റെ പരിപാടിയോ മറ്റു കാര്യങ്ങളോ റെഫറൻസോ അത് ഉണ്ടോ? ഇല്ല. ഓരോ സബ്ജക്റ്റ് അനുസരിച്ചിട്ട്, ഓരോ സെറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ പ്രസൻറ്റേഷനിലും കാര്യങ്ങളിലും വ്യത്യാസം വരും. അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ A4 സൈസിൽ നമ്മൾ എഴുതണം എന്ന് പറഞ്ഞു. നോക്കി, ആദ്യത്തെ മിസ് അശ്വതി എസ്റ്റിമേറ്റ്സ് ഹെർ കറണ്ട് ഇൻകം ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 22-23 as follows. You can assign a value more than 3 lakh for each item. ഓരോന്നിനും 3 ലക്ഷത്തിനേക്കാൾ കൂടുതൽ വാല്യൂ ഇടുക. ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാ? ദി മാക്സിമം അല്ല, എസ്റ്റിമേറ്റ് ഹെർ കറണ്ട് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഇൻകം ടാക്സിൽ ഡിഡക്ഷൻസ് ആ വ്യക്തിക്ക് കിട്ടുന്ന ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ അവർ വാല്യൂസ് തന്നിട്ടില്ല, നമ്മൾ തന്നെ ഒരു ഇമാജിൻ ചെയ്തിട്ടുള്ളൊരു വാല്യൂ ഇട്ടിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു പ്രോബ്ലം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദി ഫോളോയിങ് ആർ ദി ഡീറ്റെയിൽസ് ഓഫ് അരുൺ ആൻഡ് കമ്പനി കൊല്ലം സപ്ലൈസ് ഡ്യൂറിങ് ദി മന്ത് August 2023. You can assign value to each transaction. നമ്മൾ തന്നെ വാല്യൂ ഇടുക to your choice based on the applicable rate of tax for each item. Pass entries in the books of അരുൺ ആൻഡ് കൊല്ലം. നമ്മൾ എൻട്രി ചെയ്താൻ വേണ്ടിയിട്ടുള്ളതാണ് അതിലത്തെ കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ, ദെൻ മിസ്റ്റർ തരുൺ എസ്റ്റിമേറ്റ്സ് ഹിസ് ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 23-24. യു ക്യാൻ അസ്യൂം വാല്യൂ ഓഫ് ഈച്ച് ഐറ്റം. നമുക്ക് ഡീറ്റെയിൽസ് ഇത് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ തരുൺ. ടേക്ക് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ITR2 ആൻഡ് ഫിൽ അപ്പ് ദി ഐറ്റംസ് ഇൻ ദി റെസ്പെക്റ്റീവ് കോളം. ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള ഈ ഒരു പ്രോബ്ലം, ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഡയറക്റ്റ് ടാക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് തന്നെയാണ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യം. എൻ്റെ ഒരു സജഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്ന് ഇതാണ്, പ്രോബ്ലം ചെയ്യലിൽ മൂന്നാമത്തെ കേട്ടോ. ഇനി നെക്സ്റ്റ് ഉള്ളത്, ഇൻ ദി ഫോളോയിങ് 3 കേസസ് കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദി അസസ്മെൻറ്റ് 22-23. യു ക്യാൻ അസൈൻ എനി വാല്യൂ മോർ ദാൻ 50,000 ഫോർ ടോട്ടൽ ഇൻകം ആൻഡ് അഗ്രികൾച്ചറൽ ഇൻകം. ഓൾ 3 കേസസ് ഞാൻ ഇതും സജസ്റ്റ് ചെയ്യാം, ഇതും ഈസിയാവും. ഓക്കെ, 3ഉം 4ഉം കുഴപ്പമില്ല. ഇനി the implementation of GST helps to reduce the prices of goods and services. Critically examine the statement from the point of view of final customers. Identify 20 articles or case studies on tax related forums or industries. Discuss the challenges faced by taxpayers during e-filing and identify at least 6 challenges. Give your suggestions in order to overcome the above mentioned challenges. നല്ല ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ അതിലും ഭേദം നമ്മൾ പ്രോബ്ലംസിലോട്ട് പോകില്ല. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് 3ഓ 4ഓ എടുക്കാം. മൂന്നാമത്തെയോ 4ാമത്തെയോ ചോദ്യം. മൂന്നാമത്തെ കുറച്ചും കൂടി നല്ലൊരു ചോദ്യമാണ്. പ്രോബ്ലം ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അത് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ അനലറ്റിക്കലിലെ പ്രാക്ടിക്കൽ ടാക്സേഷനിൽ പ്രോബ്ലംസിലോട്ട് പോകുമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ലാസ്റ്റ് ഒറ്റ തിയറി തന്നിട്ടുള്ളത്
വളരെ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിലും ബെറ്റർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3യും ക്വസ്റ്റ്യൻ നമ്പർ 4ഉം വളരെ എളുപ്പമാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അസൈൻമെൻറ്റിൽ പ്രാക്ടിക്കൽ ടാക്സേഷനിൽ സെറ്റ് 1ൽ നമുക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ എഴുതാനും തോന്നുന്നത് ആദ്യത്തെ ഒരു ചോദ്യമാണ്. ഞാൻ പറയണു ഏറ്റവും എളുപ്പമുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ഉണ്ട്, ഡിറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ദെൻ സെറ്റ് 2ൽ അനലറ്റിക്കലിൻ്റെ വരുമ്പോൾ പ്രോബ്ലംസ് ആണ് അതിൽ വരുന്നതിൽ കുറച്ചും കൂടി എളുപ്പമുള്ളത് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3, 4 ഈ രണ്ടെണ്ണമാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതുപോലെ പേപ്പേഴ്സ്, അതിൽ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിനും ഡിസ്ക്രിപ്റ്റീവ് പിന്നെയും കുഴപ്പമില്ല. അനലറ്റിക്കലോട്ട് വരുമ്പോൾ റിസർച്ച് മെത്തഡോളജിയിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യനെയർ തന്നെ ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എല്ലാ പേപ്പറിലും അനലറ്റിക്കൽ നല്ല ടഫായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് അനലറ്റിക്കലിൽ വരുമ്പോൾ നമുക്ക് ഡിറക്റ്റ് ടാക്സിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ്, മനസ്സിലാവുണ്ടോ? നോ പ്രോബ്ലം, ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ഥാപനം നമ്മുടെ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിൻ്റെയും വീഡിയോസായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.